Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ BMW റൂഫ് റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. BMW 520D മോഡലാണ്. വണ്ടി വന്നിരിക്കുന്ന റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അത് റീപേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ടാൻ കളറാണ്, ജെന്യുവൻ ലെതറാണ്. നമുക്ക് വന്നിരിക്കുന്ന ഈ കാണുന്ന റൂഫിൽ വന്ന ഡാമേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് മൊത്തം റീപേസ്റ്റ് ചെയ്യുകയാണ്. നിലവിലുള്ള ഫോം എല്ലാം മാറ്റിയിട്ട് റീപേസ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് തവണ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ കംപ്ലൈൻറ്റ് വരാറുള്ളത്. പിന്നെ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കാം. സൺറൂഫുള്ള വണ്ടിയാണ്. സൺറൂഫ് ഓപ്പൺ ആവുന്ന സൈഡിലും പോയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. റൂഫ് റീപേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്ത വർക്ക് ചെക്ക് ചെയ്യാം. ബാക്ക് പോർഷനിൽ നിന്നായിരുന്നു കൂടുതലായിട്ടും വിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഭാഗത്തുനിന്ന് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിലവിലുള്ള മെറ്റീരിയലിനകത്ത് നമുക്കൊന്നും ഒട്ടിക്കൽ ഒന്നും നടക്കില്ല. പിന്നെ രണ്ടാമത് ഇതുപോലെ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം റീപേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പനി വരുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ റീപേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫ് വർക്കിൻ്റെ ഈ ഡാമേജിന് കാരണം അധികമായിട്ട് ചെയ്യുന്ന ഇൻറ്റീരിയർ ക്ലീനിങ് ആണ്. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മെത്തേഡ് അല്ല ഉപയോഗിച്ച് ചെയ്തെങ്കിൽ ഈ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോറിനൊക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്. അവരെ ഒരു ബ്രഷൊക്കെ വെച്ചാണ് ക്ലോറിൻ മേളിൽ തേക്കുക. അങ്ങനെയൊക്കെ വെള്ളം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ റൂഫിലുള്ള ഈ ക്ലോത്ത് പൊളിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വെള്ളം അധികമായിട്ട് യൂസ് ചെയ്യാണ്ട് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്താലേ ഇതിനൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫൈബർ ക്ലോത്തിൽ വെള്ളം നനച്ചിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തുടയ്ക്കുക. ചെറിയ രീതിയിലുള്ള ചെളികളൊക്കെ അഴുക്കുകളൊക്കെ അതിനകത്ത് അങ്ങനെ മാറി കിട്ടും. അപ്പോൾ എല്ലാവരും ആ മെത്തേഡൊന്നും യൂസ് ചെയ്യുക. റൂഫിൽ ഇതുപോലെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഒരു സൈഡേ പൊളിഞ്ഞെങ്കിലും നമുക്ക് അവിടെ മാത്രം ഗമ്മിട്ടിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അവിടെ റിങ്കിൾസും അതുപോലെ ചുളിവൊക്കെ കാണിക്കും. അപ്പോൾ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂഫ് എല്ലാവരും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീറ്റ് വർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഏത് വണ്ടിയുടെ റൂഫ് വർക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ റൂഫിൻ്റെ കളർ ചേഞ്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക. അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും